നല്ല വാമായിട്ടുള്ള ക്ലൈമറ്റ് ആണല്ലോ. ഇന്ന് തുറന്നപ്പോൾ തന്നെ അകത്തേക്ക് കയറി വരുന്ന ആ പ്രകാശം കണ്ടപ്പോൾ തന്നെ മനസ്സിന് കുറച്ചൊരു സന്തോഷം, ഒരു സമാധാനവും ഇപ്പോൾ തോന്നിട്ടോ. കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചുള്ള മഴയല്ലേ. ഇന്നിപ്പോൾ ജൂലൈ 23, ഇന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. പൊതുവേ ജൂലൈയിൽ എനിക്ക് രണ്ട് സ്പെഷ്യലാണ് ഉള്ളത്. ഒന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, മറ്റൊന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ. ഒരു 5-6 വർഷങ്ങളായിട്ട് ഞങ്ങൾ നല്ല ഡിസ്റ്റൻസ് ആയിട്ട് നിന്നിട്ടുണ്ട്. ബർത്ത്ഡേയും അതുപോലെ വെഡിങ് ആനിവേഴ്സറി വിഷയമൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഇന്നലെ വെളുപ്പിന് വിളിച്ചിട്ട് 12:02 വിളിച്ചിട്ട് ഞാനിങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊക്കെ എന്ത് ബർത്ത്ഡേ. ശരിയാണ്, ഈ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചില സമയത്ത് നമുക്കൊരു ഒറ്റപ്പെടലൊക്കെ തോന്നും. ആ ടൈമിൽ നമുക്ക് ലൈഫ് വല്ലാതൊരു സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ അത് ഫീൽ ചെയ്യുന്നവർക്ക്, അനുഭവിക്കുന്നവർക്കല്ലേ അതിനെപ്പറ്റി മനസ്സിലാവത്തുള്ളൂ അല്ലേ. അപ്പൊ ഞാനിതാ നേരെ ഫ്രഷ് ആവാണ്. ഇന്ന് കുറച്ചധികം ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ആദ്യം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. അപ്പൊ നല്ല തിന്നായിട്ടുള്ള ദോശയിൽ കുറച്ച് നെയ്യൊക്കെ വിതറി തൂവി മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടാണല്ലോ എനിക്ക് ദോശ ഇഷ്ടം. അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി മോൻ്റെ ബാഗ് ഞാനിവിടെ റെഡിയാക്കാണ്. ഇതിലെവിടേക്കോ കുറച്ചൊരു അഴുക്ക് പോലെ തോന്നിയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് നേരെ മോനെ സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ. അതിനുശേഷം എനിക്കൊന്ന് മുനിസിപ്പാലിറ്റിയിലൊക്കെ പോകാനുണ്ടായിരുന്നു. കുറച്ച് പേപ്പർ വർക്കും അറ്റസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലിസ്റ്റ് ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. നമുക്ക് കുറച്ചധികം ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു നടത്തത്തിലാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ വൈകിട്ട് മോനെ വിളിക്കാൻ പോയി വന്നു കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു പീസ് കേക്ക് മേടിച്ചു, ഒരു റെഡ് വെൽവെറ്റ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്ത സ്ഥിതിക്ക് ഹസ്ബൻഡിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാനും മോനും കൂടിയും ആ കേക്ക് മുറിച്ചു. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്തു. ഞങ്ങൾ സന്തോഷം അങ്ങനെ പങ്കുവച്ചു. അപ്പോൾ ആളില്ലെങ്കിൽ എന്നല്ല, നമുക്ക് ആളുടെ പ്രസൻസ് ഫീൽ ചെയ്യുമല്ലോ.